ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഫുട്ബോൾ ആവേശം കെട്ടടങ്ങിയില്ല. കോട്ടക്കലിൽ മട്ടൻ ബിരിയാണി വിളമ്പി സ്പെയിൻ ആരാധകർ. ഇഷ്ട ടീം ഫൈനലിലെത്തിയപ്പോൾ എല്ലാവർക്കും ചായയും പൊരിക്കടിയും നൽകിയായിരുന്നു സ്പെയിൻ ആരാധകർ സന്തോഷം പങ്കുവച്ചത്. അന്നൊരു കിടിലൻ ഓഫറും ഇവർ മുന്നോട്ട് വെച്ചു. ഞങ്ങൾ കപ്പടിച്ചാൽ വയറ് നിറയെ മട്ടൻ ബിരിയാണി വിളമ്പുമെന്ന്. ആവേശകരമായ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ പരാജയപ്പെടുത്തി ലോക കിരീടം സ്വന്തമാക്കിയതോടെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുകയാണ് കോട്ടക്കൽ ചങ്കുവെട്ടിക്കുണ്ടിലെ സ്പെയിൻ ആരാധകർ. ഫ്രാൻസിനെതിരെയുള്ള സെമിയിൽ സ്പെയിൻ ജയിച്ചതോടെ സാമ്പിൾ വെടിക്കെട്ടായി ചായയും കടിയും നൽകിയെങ്കിൽ ഇത് ഒന്നൊന്നര പരിപാടിയാക്കി മാറ്റുകയായിരുന്നു ഇവർ. പാചകക്കാരൻ ഇർഷാദ് വാക്കയന്റെ വീട്ടിലാണ് ബിരിയാണി തയ്യാറാക്കിയത്. ഫാൻസ് അംഗങ്ങളായ ഹൈദ്രു പോക്കാട്ട്, കാലൊടി അലി, കരിമ്പനക്കൽ മുഹമ്മദ്, പഴയകത്ത് ഇബ്രാഹിം എന്നിവരായിരുന്നു പരിപാടിക്ക് ചുക്കാൻ പിടിച്ചത്. ബിരിയാണി പാക്കറ്റുകളാക്കാൻ ഇതര ഫാൻസ് അംഗങ്ങളും എത്തിയതോടെ ആവേശം ഇരട്ടിയായി. ഞങ്ങൾ കളി തുടങ്ങുന്നതിന് മുന്നേ തന്നെ കപ്പെടുക്കുന്നുള്ള വാശിയിലായിരുന്നു. അത് ഞങ്ങൾ പറഞ്ഞ മാതിരി സാധിച്ചും ചെയ്തു. എല്ലാ ആൾക്കാരും ഞങ്ങൾ കെട്ടിയെട്ടിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. ഒരു എംബാപ്പയും ഒരു മറ്റേ ഇയാളും പിന്നെ മെസ്സി, അങ്ങനെ 2-3 ആളെ ഞങ്ങൾ എല്ലാം പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. ഞങ്ങൾ സ്പെയിന് ജയിച്ചാൽ കപ്പെടുത്താൽ അന്ന് ഞങ്ങൾ ഇവിടെ വരുന്ന മിക്ക ആളുകൾക്കും കൂടുതലും ആളുകൾക്കും എല്ലാവർക്കും ഞങ്ങൾ മട്ടൻ ബിരിയാണി കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതായിരുന്നു. ഞങ്ങൾ സ്പെയിൻ ജയിച്ചിട്ടുണ്ട്. ആ വാക്ക് ഞങ്ങൾ പാലിച്ചു. ആ മട്ടൻ ബിരിയാണിയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ജനങ്ങളെ തിരക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അർജന്റീന സ്പെയിൻ അങ്ങനെ ആരുമില്ല. ഇപ്പോൾ ഞങ്ങൾ ജനങ്ങൾ നാട്ടിലെല്ലാവരും കൂട്ടായ്മ, ഇതിലാരുമില്ല, എല്ലാവരും ഇത് ഞങ്ങൾ ചെങ്കട്ടിക്കൂടി നാട്ടുകാരും ഞങ്ങൾ എല്ലാവരും കൂടുതൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചേരുന്നു. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്. ഇവിടെ സ്പെയിൻ്റെ ആരാധകരൊന്നല്ല, പക്ഷേ സ്പെയിൻ്റെ കളി കണ്ടപ്പോൾ സ്പെയിനിലേക്ക് ആരാധകർ മൂത്ത് വരികയാണ്. അപ്പോൾ അർജന്റീന രാജ്യത്ത് സ്പെയിനിലേക്ക് പോകണമെന്നുള്ള അഭിപ്രായമാണ്. അതൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷം. ഇവിടെ നമ്മൾ ഇത്രയും ജനങ്ങൾ നമ്മുടെ നാട്ടുകാർ ഒരുമിച്ച് കൂട്ടി ഒരു മതസൗഹാർദ്ദം, അല്ലെങ്കിൽ മതത്തിന് വേറല്ലാതെ, ജാതി പറയാതെ, രാഷ്ട്രീയം പറയാതെ, ഒന്നും പറയാതെ ഇങ്ങനൊരു സംഭവം ഇവിടെ കഴിച്ചു കൂട്ടി എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു സൗഹാർദ്ദ കൂട്ടായ്മ ഇവർ സ്പെയിനിൻ്റെ സംഘാടകർ സർവീസിൽ വളരെയധികം സന്തോഷമുണ്ട്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതായിരുന്നു ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ മട്ടൻ ബിരിയാണി വിതരണം ചെയ്യുന്നുള്ളത്. അതിൻ്റെ സന്തോഷമാണ് ഇവിടെ കാണുന്നത്. ഈ കൂട്ടായ്മയിൽ ആർക്കും ജാതിയും മതമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പെയിന് കപ്പടിച്ചത്, പോർച്ചുഗൽ, അതുപോലെ ബെൽജിയം, ഫ്രാൻസ്, ഇപ്പോൾ അർജന്റീന, എംബാപ്പെ, മെസ്സി തുടങ്ങിയ എല്ലാവരും കെട്ടിച്ചുകൊണ്ടാണ് സ്പെയിന് ഈ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. അതിൻ്റെ സന്തോഷമാണ് ഇന്നിവിടെ കാണുന്നത്. ഇവിടെ ആദ്യം സ്പെയിനിൻ്റെ കുറച്ച് ആരാധകരെ ഉണ്ടായിരുന്നല്ലോ, പക്ഷേ ഇപ്പോൾ സ്പെയിൻ്റെ ആരാധകർ കൂടിയിരിക്കുന്നു. അവരുടെ കളിയുടെ എന്താ വെച്ചാൽ അത് മികവ് കൊണ്ടും അവരുടെ ടിക്കാട്ടാക്ക ആ ശൈലി, അതുപോലെ മധ്യനിരയിലുള്ള ആ കളിയുടെ മനോഹാരിത കൊണ്ട് സ്പെയിന് വിജയിച്ചു, കളി മികവ് കൊണ്ട് വിജയിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആരാധകർ വളരെ ആദ്യം ചായയും സൽക്കാരം ഇവിടെ നടത്തി. അതിനുശേഷം ഇന്നിപ്പോൾ മട്ടൻ ബിരിയാണി കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും ഒരുമിക്കുന്ന നാട്ടിൻ്റെ ലൈവാക്കുന്ന ഒരു കാര്യമാണ് ഈ ഫുട്ബോൾ എന്നുള്ളത്. അത് ഏറ്റെടുക്കാൻ ഈ പ്രദേശത്തെ നാട്ടുകാർക്ക് കഴിഞ്ഞ് അതിന് പ്രത്യേകം അവരെ അഭിനന്ദിക്കാം. യാസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പരിസരത്തായിരുന്നു ബിരിയാണി വിതരണം. ചൊവ്വാഴ്ച വൈകിട്ട് സ്കൂളുകൾ വിട്ട ശേഷം ബിരിയാണി വിളമ്പി. കൗൺസിലർ കെ പ്രവീൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളടക്കം 400-ലധികം പേർ മട്ടൻ ബിരിയാണിയുടെ രുചി അറിഞ്ഞു. വടക്കൻ യൂസഫ്, നിസാർ കാലൊടി, സുഹൈൽ നടുത്തൊടി, നൌഫൽ എടയാടൻ തുടങ്ങിയവർ വിതരണത്തിന് നേതൃത്വം നൽകി. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.